ഹലോ, നമ്മുടെ എല്ലാ കൂട്ടുകാരും നമസ്കാരം. ജൂലൈ 22-ാം തീയതി സമയം 9:30 മണിയായിട്ടുണ്ട്. നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ കാഴ്ചയിലേക്ക് പോകാം. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ കാണിക്കുന്ന സമയം മീനുകൾ ചിലപ്പോൾ കൂടുതൽ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മീനിൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. അതുപോലെ നമ്മൾ വീഡിയോ ചെയ്യുന്നതൊക്കെ നമ്മുടെ കടപ്പുറ റേറ്റുകളാണ്. അപ്പോൾ കടപ്പുറ റേറ്റിനൊന്നും നമുക്ക് മാർക്കറ്റിലൊന്നും മീൻ കിട്ടത്തില്ല. കാരണം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന കച്ചവടക്കാർക്ക് ഒരിരട്ടി വില വീണ്ടും ആകും കേട്ടോ. ആ ഒരു ഡീറ്റെയിൽ കൂടെ നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നലത്തെ ജൂലൈ 21-ാം തീയതി ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പ്ലാത്തി മീനായിരുന്നു കേട്ടോ. പ്ലാത്തിയും കത്താള മീനുമായിരുന്നു. പക്ഷേ ജൂലൈ 22-ാം തീയതി 9 മണി സമയം അതല്ല അവസ്ഥ. നേരെ മറിച്ച് നെത്തോലി മീനാണ് കുറച്ച് കൂടുതലുള്ളത്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ലേലം വിളിയും അതുപോലെ വള്ളക്കാട് വിശേഷം നമുക്ക് നോക്കാമേ. നമ്മൾ ഈ കാണുന്നതെല്ലാം കണ്ടോ, അതായത് തട്ടുമടിയിലുള്ള നെത്തോലി മീനുകളാണ്. അപ്പോൾ ഈ കമ്പനിക്കാരൊക്കെ എടുത്തതിന് ശേഷം അവരുടെ ബോക്സിലെ ഓരോ കുട്ട വീതം വളർന്ന് മാറ്റി തട്ടിക്കൊടുത്ത് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇനി കുറേ കൂട്ടുകാർ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഈ കമ്പനിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കമ്പനിക്കാർ എന്താണെന്ന് അറിയാത്ത ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് ഇന്നലെയാണ് എനിക്ക് മനസ്സിലായത്. അതായത് ഫോറിൻ എക്സ്പോർട്ടിങ് അതുപോലെ വലിയ വലിയ കമ്പനികൾക്ക് ഇവിടെ നിന്ന് മീനെടുത്ത് കൊടുക്കുന്ന കമ്പനിക്കാരെയാണ് നമ്മൾ കമ്പനിക്കാരെന്ന് പറയുന്നത് കേട്ടോ. ആ ഒരു ഡീറ്റെയിൽ കൂടെ ഈ വീഡിയോ കൂടെ ഞാൻ പറഞ്ഞുതരാം. എത്രത്തോളം തിരക്കാണെന്ന് കണ്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. കണവയുടെ ലേലം വിളിയാണ് നടക്കുന്നത്. ഉള്ളത് കുറച്ച് നെത്തോലി മീൻ തന്നെയാണ് കൂടുതലുള്ളത്. ബാക്കി മീനൊക്കെ കുറവാണ്. അപ്പോൾ ചെന്നവരെയും സാധാ നവര മീനൊക്കെ വരുന്നുണ്ട് കേട്ടോ. മൂന്ന് ഒറിജിനൽ നെയ്മീൻ. ഒറിജിനൽ നെയ്മീൻ കാണാത്ത കൂട്ടുകാരാണ് കണ്ടുള്ളത്. ഇതിൻ്റെ വേറെ വരും ഓരോ നെയ്മീൻ എന്ന് പറഞ്ഞിട്ട്, അത് ഇതല്ല കേട്ടോ, ഒറിജിനൽ നെയ്മീനാണ്. പൊന്നാര മീൻ കാണാത്തവരാണ് കണ്ടുള്ളത്. ഒറിജിനൽ ബട്ടർ ഫിഷ് പൊന്നാര മീൻ. ഏലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. ഇത് വിലയ്ക്കുള്ളതാണ് കേട്ടോ, പട്ട് വിലയ്ക്കുള്ളതാണ്. നേരത്തെ കണ്ട പൊന്നാര മീൻ അതുപോലെ നാടൻ ചൂരയും 2, 3, 4 അങ്ങനെ വെച്ച് ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇന്നലത്തെ ഒരു അവസ്ഥയല്ല കേട്ടോ, ജൂലൈ 21-ാം തീയതിയുള്ള ഒരു അവസ്ഥയൊന്നുമല്ലേ. കാരണം ഇന്നലത്തെ വീഡിയോ കണ്ട കൂട്ടുകാർക്കറിയാം എത്രത്തോളം വള്ളക്കാരാണ് അതുപോലെ എത്രത്തോളം മീനുകളാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഉണ്ടായിരുന്നതെന്ന് നമ്മുടെ കൂട്ടുകാർക്കറിയാം. പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല കേട്ടോ. ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നെത്തോലി മീൻ തന്നെയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നവര മീനും കൂടുതലായിട്ടൊന്നും കാണാനില്ല. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. തട്ടുമടിക്കാർ 2-ാം പ്രാവശ്യം പണിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം കഴിഞ്ഞ് രാത്രി ആയിരുന്നാലും ചിലപ്പോൾ കണവയൊക്കെ കൂടുതൽ വരാനായിട്ട് സാധ്യതയുണ്ട്. നമ്മളീ നോക്കുന്ന പ്രധാന ഭാഗമായിട്ടുള്ള ഫിഷ് ലാൻഡാണ്. റൈറ്റ് സൈഡാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് ഏകദേശം 100-ൽ കൂടുതൽ വള്ളക്കാർ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിലെ ഒരു അവസ്ഥ വെച്ച് നോക്കിയാൽ ഒരു 5 വള്ളക്കാർ മാത്രമാണ് കേട്ടോ ഇവിടെ. അവർക്കുള്ളത് കുറച്ച് ക്ലാത്തി മീനൊക്കെ ആണ്. അത് ലേലത്തിൽ കൊടുക്കാനായിട്ട് കുട്ടയിൽ വാരി എടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുമേ. ഇനിയും പറയാൻ പറ്റത്തില്ല, കുറച്ചുകൂടെ കഴിഞ്ഞാൽ എന്താകുമോ ഏതാകുമോ ഒന്നും തന്നെ പറയാൻ പറ്റത്തില്ല. നോക്കാം കേട്ടോ. മീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാമേ.